അങ്ങനെ നമ്മുടെ 3-വേ ടോൺ കൺട്രോളർ റെഡി ആയിട്ടുണ്ട്. C2383-ൻ്റെ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് തബലയുടെ ഫ്രീക്വൻസി. 2 ഫ്രീക്വൻസിയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതെ, തബല ഈ 2 ഫ്രീക്വൻസി ശ്രദ്ധിക്കുക. അതെ, ബാസ് കുറയ്ക്കുകയാണ്. തബല പോയി. ഈ ഫ്രീക്വൻസി ഓക്കെയാണ്, സ്റ്റഡി ആണല്ലോ. ബാസ് കൂട്ടിയാൽ വരും. ഇനി നമ്മുടെ മിഡാണ്, ശ്രദ്ധിക്കുക. തബലയുണ്ട്, ഇതുണ്ട്. മിഡ് കുറയ്ക്കുകയാണ്. കൂട്ടയാണ്, കുറയ്ക്കുകയാണ്. മിഡ് കുറയ്ക്കുകയാണ്. ഓക്കെ, അടുത്ത് ട്രിബിളാണ്. കുറച്ച് ഓക്കെ. അടുത്ത് അവിടെ ചെയ്യുന്നത് ട്രിബിളാണ്. ട്രിബിൾ കുറച്ച്, ട്രിബിൾ കൂട്ടി. ഇതിലിപ്പോൾ ഞാൻ ചിലതിൽ മിഡ് കുറച്ച് കഴിഞ്ഞാൽ ട്രിബിൾ പോവും. ഇപ്പോൾ അങ്ങനെ സംഭവമില്ല. അതാ നോക്കിയോ, ട്രിബിൾ അവിടെ തന്നെ ഉണ്ട്. ഞാനിത് ഇനി ട്രിബിൾ കുറയണമെങ്കിൽ ട്രിബിൾ കുറച്ചാൽ മാത്രമേ ട്രിബിൾ കുറയൂ. ഉണ്ടോ? സാധാ 3-വേ ടോൺ കൺട്രോളിൽ മിഡ് കുറച്ചാൽ വോക്കൽ കുറഞ്ഞ് താഴ്ന്നു പോവും. ബാസ് കുറച്ചാലും വോക്കൽ താഴ്ന്നു പോവും. ട്രിബിൾ കുറച്ചാൽ മിഡിൻ്റെ വോക്കൽ താഴ്ന്നു പോവും. അങ്ങനെയാണ് സാധാ വരുന്നത്. എന്നാൽ ഫീഡ്ബാക്ക് വോയിസ് ഒന്നും കണ്ടില്ല. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് എല്ലാം കുറച്ചിട്ടൊക്കെയാണ്. എല്ലാം കുറച്ച് ഫീഡ്ബാക്ക് വോയിസ് ഉണ്ട്, കണ്ടല്ല. അതെ, മിഡ് കൂട്ടി, ട്രിബിൾ കൂട്ടി, ബേസ് കൂട്ടി. ഓക്കെ, ഇനി നമുക്ക് സർക്യൂട്ടിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് സർക്യൂട്ട്. ബയാസിങ് സെക്ഷൻ എല്ലാം കറക്റ്റ് തന്നെയാണ്. 2 ചാനൽ ഇത് ബാസ് ട്രിബിൾ കൺട്രോൾ പോലെ തന്നെയാണ്, വ്യത്യാസം ഒന്നുമില്ല. 5K6 തന്നെയാണ്. പോസിറ്റീവ് വോൾട്ട് 24 വോൾട്ട്, സെനാർ 24 വോൾട്ട് 12-ലും വർക്ക് ചെയ്യും. 1K2 100 അതെല്ലാം ഓക്കെ. പക്ഷേ ട്രിബിൾ സെക്ഷനിൽ വരുമ്പോഴാണ് വ്യത്യാസം. ഇവിടെ നമുക്ക് 2 NF ആണ് വേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ 1 NF പാരലൽ ചെയ്തിരിക്കുന്നു. ഇവിടെ വരുമ്പോൾ 9K ആണ് വേണ്ടത് ട്രിബിളിന്. അതുകൊണ്ട് 18K 2 എണ്ണം പാരലൽ ചെയ്തിരിക്കുന്നു. ഇവിടെ നമുക്ക് വേണ്ടത് ഒരു 820 PFഉം 1 NFഉം. അപ്പോൾ ട്രിബിളിൻ്റെ സെക്ഷൻ ഓക്കെ ആയി. ഫീഡ്ബാക്ക് എല്ലാം പഴയതുപോലെ തന്നെ, 2 ചാനൽ കൊടുക്കും പോലെ. ബാസിൽ ചെറിയ വ്യത്യാസമുണ്ട്. സെൻറ്റർ വരുന്ന റെസിസ്റ്റർ 22K ആണ്. അപ്പുറം ഫീഡ്ബാക്കും ഔട്ടും 5K6 തന്നെയാണ്. ഫീഡ്ബാക്ക് 56 NF ആണ്. ഇവിടെ ഒരു 100 NF ഇട്ടിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഈ 3 കൺട്രോളും ഡൗൺ ചെയ്താലുള്ള ഫീഡ്ബാക്ക് വോയിസിന് വേണ്ടിയിട്ടാണ് ഈ 100 NF അവിടെ ഇട്ടിട്ടുള്ളത്. നമുക്ക് 150 200 നിങ്ങളുടെ വോയിസിനനുസരിച്ച് അത് നമുക്ക് വ്യത്യാസപ്പെടുത്താം. മിഡിലാണ് വ്യത്യാസം. ഇതുപോലൊരു സർക്യൂട്ട് തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷേ ഇൻ സെക്ഷനിൽ വരുന്നത് 15K ആണ്. അതിൻ്റെ കൂടെ ഒരു 1.2 NF പാരലൽ ചെയ്യണം. ഇത് RC സർക്യൂട്ടാണ്. അതുപോലെ സെൻറ്റർ പോയിൻ്റ് വന്നിട്ട് 10 NF ആണ്. 150K അതിൻ്റെ കൂടെ പാരലൽ ചെയ്യണം. ഫീഡ്ബാക്കിൽ 100K ആണ്. അതിൻ്റെ കൂടെ 470 PF പാരലൽ ചെയ്യണം. മിഡ് സെക്ഷനിൽ നമ്മൾ ബാസ് ചെയ്യും പോലെ തന്നെയാണ് മിഡ് സെക്ഷനും ചെയ്തിട്ടുള്ളത്. പക്ഷേ കമ്പോണൻറ്റിന് മാത്രമാണ് വ്യത്യാസമുള്ളത്. ഇതുപോലെയാണ് സർക്യൂട്ടിൽ ഫീഡ്ബാക്ക്, സെൻറ്റർ പോയിൻ്റ്, ഇൻപുട്ട് സെക്ഷൻ എല്ലാം പാരലൽ സർക്യൂട്ടാണ്. ഇതിപ്പം PCB ആയിട്ടില്ല. PCB ഇന്നലെ ഡിസൈൻ ചെയ്തതേ ഉള്ളൂ. അപ്പം കേൾക്കാനുള്ള ആകാംക്ഷ കൊണ്ട് എല്ലാവരും ചോദിച്ചു, അങ്ങനെ വീഡിയോ ഇട്ടതാണ്. ഒരു 1.5 ദിവസം
എടുത്ത് ഇത് ഡിസൈൻ ചെയ്ത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ബാക്കി കമൻറ്റിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു വീഡിയോ.